അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകടം സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടിലുമുള്ളത് അടിമുടി ദുരൂഹതയാണ്. അതായത് എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ സംവിധാനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 32 സെക്കൻഡുകൾക്കുള്ളിൽ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സംവിധാനം പെട്ടെന്ന് കട്ട് ഓഫ് ആയി മാറുകയാണ്. അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയാണ്. ഇത് കണ്ട ഉടൻ തന്നെ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഫ്യുവൽ സംവിധാനം കട്ട് ഓഫ് ആക്കിയത്? അപ്പോൾ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് പൈലറ്റാണ് ചോദിച്ചത്? ആരാണ് മറുപടി പറഞ്ഞത്? ഇക്കാര്യം അറിയില്ല. അതായത് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡിൽ നിന്നാണ് ഇക്കാര്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതായത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ പുറത്തായത്. എന്തായാലും വിമാനം പറന്നുയരുമ്പോൾ പെട്ടെന്ന് തന്നെ എഞ്ചിനിലേക്ക് എത്തിക്കേണ്ട ഫ്യുവൽ സംവിധാനം കട്ട് ഓഫ് ആയി മാറുകയാണ്. ഇത് പരിഭ്രാന്തിയിലാക്കാറുണ്ട്. സ്വാഭാവികമായ ഒരു പൈലറ്റിന് ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ, അല്ലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയണം. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കുന്നു. അങ്ങനെ വിമാനം പറന്നുയരുകയാണ്. ഉയരുമ്പോൾ തന്നെ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ സംവിധാനത്തിൻ്റെ തകരാറും പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതായത് കട്ട് ഓഫ് സംവിധാനത്തിൽ നിന്ന് മാറ്റി ഓൺ ആക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിമാനത്തിന് പറന്നുയരാനുള്ള ഒരു ശക്തി ലഭിക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ ഇതാണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഇപ്പോൾ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടത്. എന്തായാലും എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിലുണ്ടാകുന്ന പാളിച്ചയാണ് അഹമ്മദാബാദിൽ 210 യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയത്, അല്ലെങ്കിൽ ആ അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം. എന്തായാലും ഈ അപകടം നടന്ന ജൂൺ 12 കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിയുമ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം ഈ പറയുന്ന വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നത്. എന്തായാലും ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത് മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ടാണോ അതോ ഏതെങ്കിലും പൈലറ്റ് തന്നെ ചെയ്തതാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം വിമാനം പറന്നുയരുന്ന സമയത്ത് അത് നിയന്ത്രിച്ചിരുന്നത് സഹ പൈലറ്റാണ്. അയാൾക്ക് ഏതാണ്ട് 1000 മണിക്കൂറിലധികം വിമാനം പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പരിചയസമ്പത്തിൻ്റെ പ്രശ്നം അവിടെയില്ല. 8000 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള പ്രധാന പൈലറ്റ് ഈ സഹ പൈലറ്റ് വിമാനം പറത്തുയർന്നത് നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് ഇതിനെ മൊത്തം മോണിറ്റർ ചെയ്യുകയായിരുന്നു. അപ്പോൾ സ്വിച്ച് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ ഈ പൈലറ്റിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. വീണ്ടും എഞ്ചിൻ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ സ്വിച്ച് ഓണായി വരുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ സ്വിച്ച് ഓണായെങ്കിലും എഞ്ചിന് പറന്നുയരാനുള്ള ശക്തി ലഭിച്ചില്ല. അത് അല്ലാതെ ഈ വിമാനത്തിൽ മറ്റേ പക്ഷി വന്നിടിക്കുകയോ കാലാവസ്ഥ പ്രതികൂലമാവുകയോ ഒന്നും ചെയ്തതല്ല എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു പ്രധാന കാരണം ഈ വിമാനത്തിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ തന്നെയായിരുന്നു. അതായത് വിമാനം 32 സെക്കൻഡ് മാത്രമാണ് പറന്നുയർന്നത്. അപ്പോൾ വിമാനത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇത് തകർന്നു വീഴുമ്പോൾ 0.9 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 വിമാനം പറന്നുയരുന്നു, ഏതാണ്ട് 32 സെക്കൻഡ് മാത്രം സഞ്ചരിക്കുന്നു, 0.9 നോട്ടിക്കൽ മൈലായിരുന്നു ദൂരം. ഇതെല്ലാം തന്നെ കൃത്യമാണ്. അപ്പം വിമാനത്തിനെ മുന്നോട്ട് പോകാൻ എപ്പോഴും സഹായിക്കുന്നത് ത്രസ്റ്റ് ലിവറുകളാണ്. ഈ ത്രസ്റ്റ് ലിവറുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയ അല്ലെങ്കിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അപകടമുണ്ടാകുന്നത് വരെ അവ ഫോർവേഡ് പൊസിഷനിലുമായിരുന്നു. അപ്പോൾ 2 ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ പൊസിഷനിലായിരുന്നു. അട്ടിമറിയുടെ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൺ പൊസിഷനിലേക്ക് മാറിയത് എപ്പോഴാണ്? അതായത് എഞ്ചിനിലേക്ക് പോകുന്ന ഫ്യുവൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് കട്ട് ഓഫായി മാറുന്നു. ആ കട്ട് ഓഫായി മാറുന്നത് മനസ്സിലാക്കിയ പൈലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ തന്നെ പെട്ടെന്ന് അത് ഓൺ മോഡിലേക്ക് മാറുന്നു. എന്നാൽ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കിയെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വിമാനത്തിൻ്റെ എഞ്ചിന് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ വിമാനം പറന്നു വരാനുള്ള ശക്തി ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ എഞ്ചിനേക്ക് നൽകുന്ന ഇന്ധനം പെട്ടെന്ന് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്താണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാങ്കേതിക തകരാറുണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്ന് ഇവർ പെട്ടെന്ന് ആ സ്വിച്ച് ഒന്ന് ഓഫാക്കി ഓണാക്കി നോക്കാം. അപ്പോൾ വീണ്ടും ഈ ഇന്ധനത്തിൻ്റെ ലഭ്യത ഈ എഞ്ചിനിലേക്ക് ഉണ്ടാകും. എന്നാൽ വിമാനം ഏതാണ്ട് 600 അടി ഉയരത്തിൽ എത്തിയ സമയത്ത് ഈ കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്തത് ആരാണെന്ന് സ്വാഭാവികമായിട്ടും പൈലറ്റ് ചോദിക്കും. കാരണം ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സാങ്കേതിക സംവിധാനങ്ങളെല്ലാം
കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ വിമാനത്തിന് പറന്നുയരാൻ സാധിക്കൂ. ആ സമയത്ത് വിമാനത്തിൽ 1.25 ലക്ഷം ലിറ്റർ ഇന്ധനവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഫ്യുവൽ സംവിധാനത്തിൽ നിന്ന് എഞ്ചിനിലേക്ക് ഈ ഫ്യുവൽ പോകാതിരിക്കാൻ ഒരു കാര്യവുമില്ല. അപ്പോൾ അവിടെ ആരുടെയെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈലറ്റ് അത് ഓഫ് ചെയ്തതാണോ? അതുകൊണ്ടായിരിക്കാം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഇത് കട്ട് ഓഫ് ചെയ്തത്? അയാൾ ഞാൻ കട്ട് ഓഫ് ചെയ്തില്ല എന്നും പറയുന്നു. അപ്പം ചോദിച്ച ആളുടെയും സത്യസന്ധത നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെടുന്നു, ഉത്തരം പറഞ്ഞ ആളുടെയും സത്യസന്ധത ബോധ്യപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചാൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ അവിടെ ഉണ്ടോ എന്ന് സംശയിക്കാം. എന്തായാലും ഒരേ സമയം 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി മാറുക എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഈ പ്രാഥമിക അന്വേഷണത്തിലും ചില സൂചനകൾ നൽകുന്നത്. വിമാനത്തിൽ മൊത്തം 230 യാത്രക്കാരും കൂടാതെ വിമാനം തകർന്ന് വീണ സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരും ഉൾപ്പെടെ 260 പേരുടെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ വിമാനത്തിൽ പക്ഷി വന്നിടിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരുന്നു എന്നാണ് അന്ന് ചില സൂചനകൾ നൽകിയത്. പക്ഷേ അങ്ങനെ പക്ഷി വന്ന് ഇടിച്ചിട്ടില്ല, അങ്ങനെ ഒരു അപകടവും ഉണ്ടായില്ല. അപ്പോൾ 1.25 ലക്ഷത്തോളം ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്ന് ആ ഫ്യുവൽ സംവിധാനത്തിൽ നിന്ന് എഞ്ചിനിലേക്ക് കൃത്യമായിട്ട് എണ്ണ എത്തിയില്ല, അല്ലെങ്കിൽ ഫ്യുവൽ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അടിമുടി ദുരൂഹതയാണ്. അങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അപ്പോൾ കൃത്യമായിട്ട് ഫ്യുവൽ എത്തിയില്ല എങ്കിൽ ഒരു വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശക്തി ലഭിക്കുകയില്ല. സ്വാഭാവികമായും 2 എഞ്ചിനുകളും പ്രവർത്തിക്കണം. ഇനി വിമാനം ഈ പറയുന്ന പോലെ പറന്നുയർന്ന് കുറേ സമയത്തിന് ശേഷമാണ് ഒരു എഞ്ചിൻ ഓഫ് ആകുന്നതെങ്കിൽ സ്വാഭാവികമായും രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിക്കാനുള്ള ഒരു സഹായമൊക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഫ്യുവൽ സംവിധാനത്തിന് അമ്പേ പാളിച്ച ഉണ്ടാകുകയും അത് പരിഹരിക്കാനായിട്ട് പൈലറ്റ് ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരു എഞ്ചിനിലേക്കുള്ള ഈ ഫ്യുവൽ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അതായത് കട്ട് ഓഫ് ആയ സംവിധാനം പെട്ടെന്ന് ഓണായി മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്വിച്ച് അത് കട്ട് ഓഫിൽ നിന്ന് ഓണാക്കി മാറാനെടുക്കുന്ന സമയം, ഈ സമയത്ത് പക്ഷേ എന്തായാലും ഈ ഫ്യുവൽ എഞ്ചിനിലേക്ക് കൃത്യമായിട്ട് എത്തിയില്ല. അതുകൊണ്ടാണ് വിമാനത്തിന് പറന്നുയരാൻ ആവശ്യമായ പവർ അല്ലെങ്കിൽ ശക്തി ലഭിക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൈലറ്റുമാർ 2 പേരും ഇക്കാര്യത്തിൽ സാങ്കേതികമായി അറിവുള്ളവരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫാക്കി ഓണാക്കി അങ്ങനെ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതിന് ആവശ്യമായ സമയം കിട്ടിയില്ലേ എന്നുള്ളൊരു സംശയം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഈ വിദഗ്ധ സംഘം കോക്പിറ്റിൽ നിന്നുള്ള സംഭാഷണം തെളിവായിട്ട് എടുക്കുന്നുണ്ട്, ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ച സൂചനകൾ തെളിവായിട്ട് എടുക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. കാരണം മെയ് ഡേ എന്ന് പറയുന്ന ഒരു പെട്ടെന്നുള്ള ഒരു പാനിക്കായിട്ടുള്ള സന്ദേശം കൃത്യമായിട്ട് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഇവർ അയച്ചിരുന്നു. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഈ സന്ദേശം അയക്കുകയും എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് മറുപടി പോവുകയും ചെയ്തു. പക്ഷേ മറുപടി അവിടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ വിമാനം തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയാണ് സാങ്കേതിക പിഴവെന്ന് വ്യക്തമായില്ല. എന്തായാലും വിമാന ദുരന്തമുണ്ടായി കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അടിമുടി ദുരൂഹത ഉളവാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ പൂർണ്ണമായിട്ടും പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് വിമാനത്തിലെ എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ സംവിധാനം പെട്ടെന്ന് കട്ട് ഓഫായി മാറിയിട്ടുണ്ട്. ഈ കട്ട് ഓഫായി മാറിയ സംവിധാനം റൺ മോഡിലേക്ക് മാറ്റാൻ പൈലറ്റ് ശ്രമിച്ചു. ഒരു എഞ്ചിനിലേക്കുള്ള ഈ പറയുന്ന ഇന്ധനം പോകുന്ന സംവിധാനം ശരിയാക്കാൻ സാധിച്ചു. എന്നാൽ രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിമാനത്തിന് പറന്നുയരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് 32 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം തകർന്ന് താഴേക്ക് പതിച്ചത്. ഇനി ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളുടെയൊക്കെ സാങ്കേതികത്വം അടക്കം പുറത്തു വരാനുണ്ട്. അതുകൂടി പുറത്തു വന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം മനസ്സിലാവുകയുള്ളൂ. അപ്പം 1000 മണിക്കൂറും 8000 മണിക്കൂറും ഒക്കെ വിമാനം പറത്തി പരിചയസമ്പത്തുള്ള പൈലറ്റുമാരുടെ പിഴവല്ല എന്നാണ് ഏതാണ്ട് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതിനുള്ള ഉത്തരങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് ഔദ്യോഗികമായ ചില വിവരങ്ങൾ അവർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതു സംബന്ധിച്ചുള്ള സർക്കാർ വ്യക്തികൾ, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും BBC ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ഈ ഡ്രീം ലൈനർ പോലെയുള്ള ബോയിങ് വിമാനത്തിൽ ഒരു കാരണവശാലും പറന്നുയരുമ്പോൾ തന്നെ 2 എഞ്ചിനുകളും പ്രവർത്തനക്ഷമമാകുക സംഭവിക്കുന്നതല്ല. ഇത് അസംഭാവ്യമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.